ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ തിരുവചനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായിട്ട് സങ്കീർത്തനങ്ങൾ 1 ഇവിടെ ഞാൻ വായിക്കുന്നു. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവർ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും. ദുഷ്ടന്മാരങ്ങനെയല്ല, അവർ കാറ്റുപാറ്റുന്ന പതിർ പോലെ അത്രേ. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്ന് നിൽക്കുകയില്ല. യഹോവ നീതിമാന്മാരുടെ വഴിയറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരം ആകുന്നു. മനുഷ്യജീവിതം ധന്യമായി തീരുവാനുള്ള ആഴമേറിയ ചില ചിന്തകൾ സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. നാം പല പ്രവൃത്തികളും ചെയ്യുന്നുണ്ട്, പല ആഗ്രഹങ്ങളും നമ്മുടെ ഉള്ളിലുണ്ട്. എന്നാൽ നമ്മുടെ ആഗ്രഹം പോലെ കാര്യങ്ങൾ പലപ്പോഴും നടക്കുന്നില്ല. നമ്മൾ ചെയ്യുന്നത് പലതും ഫലപ്രാപ്തിയിലെത്തുന്നതുമില്ല. ചില പ്രതികൂല കാറ്റുകളിൽ അത് പതറുപോലെ പാറിപ്പോകുകയാണ്. പല സ്ഥലങ്ങളിലും തലയുയർത്തി നിൽക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. ഇതിനൊക്കെ അടിസ്ഥാനപരമായ ചില കാരണങ്ങൾ ഉണ്ടാവും. ജീവിതം വിജയകരമായി തീരണമെങ്കിൽ, അനുഗ്രഹപ്രദമായി തീരണമെങ്കിൽ നാം അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള അടിസ്ഥാനപരമായ ചില കാര്യങ്ങളുണ്ട്. ഇവിടെ ആറ്റരികത്ത് നട്ടിരിക്കുന്ന ഒരു വൃക്ഷം പോലെ, തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷം പോലെ നാം ചെയ്യുന്നതൊക്കെ സാധിക്കണമെങ്കിൽ എന്തു ചെയ്യണം എന്ന് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒന്നാമത്, ഈ സങ്കീർത്തനം 1:1 നമ്മൾ വായിക്കുന്നത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടന്ന് നശിച്ചു പോയിട്ടുള്ള അനേകരുടെ കാര്യം നമുക്കറിയാം. നശിച്ചു കൊണ്ടിരിക്കുന്നവരുടെ കാര്യങ്ങൾ നമുക്കറിയാം. ഇതിൽ നിന്ന് നിങ്ങളും പാഠങ്ങൾ ഉൾക്കൊണ്ട് നാശത്തിലേക്ക് നമ്മെ നയിക്കുന്ന എല്ലാ ആലോചനകളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുവാനായിട്ട് കഴിഞ്ഞിരിക്കണം. വിശുദ്ധ ബൈബിളിൽ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 21-ാം അധ്യായത്തിൽ ഒരു രാജ്ഞി തൻ്റെ ഭർത്താവായ രാജാവിന് കൊടുക്കുന്ന ഒരാലോചനയുണ്ട്. ആലോചന മുഖാന്തരം ഒരു നിരപരാധിയായ നാബോത്ത് കൊല്ലപ്പെടുന്നു. പിന്നീട് രാജാവ് തന്നെ കൊല്ലപ്പെടുന്നു. ആലോചനക്കാരിയായ രാജ്ഞി കൊല്ലപ്പെടുന്നു. അവരുടെ മക്കൾ കൊല്ലപ്പെടുന്നു. ആ ചരിത്രം ഞാനൊന്ന് വിശദീകരിക്കാം. ഇസ്രായേലിൽ ദീർഘവർഷങ്ങൾ ഭരണം നടത്തിയ ഒരു രാജാവായിരുന്നു ആഹാബ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ഇസബേൽ. വാസ്തവത്തിൽ ആഹാബായിരുന്നു രാജാവെങ്കിലും ഇസബേലായിരുന്നു രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത്. കുലടയായ ഒരു സ്ത്രീയായിരുന്നു അവൾ. ആഹാബ് രാജാവിന് തൻ്റെ രാജകൊട്ടാരത്തിനടുത്ത് നാബോത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യന് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. രാജാവ് മാളികയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടമാണ്. അത് വാങ്ങിക്കുവാനും അതൊരു ചീരത്തോട്ടമാക്കുവാനും താൻ ആഗ്രഹിച്ചു. രാജാവ് നാബോത്തിനോട് ആ സ്ഥലം ആവശ്യപ്പെടുകയാണ്. നിൻ്റെ സ്ഥലം എനിക്ക് നൽകണം, എനിക്കതൊരു ചീരത്തോട്ടമാക്കി, ഒരു പച്ചക്കറിത്തോട്ടമാക്കി അതിനെ മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ നാബോത്ത് അത് സമ്മതിച്ചില്ല. കാരണം ഇസ്രായേലിൽ സ്ഥലം, കൃഷി എന്നതിനൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായ ഒരർത്ഥമുണ്ട്. പിതാക്കന്മാരിൽ നിന്ന് പൈതൃകമായി ലഭിച്ചത് നഷ്ടമാക്കരുത്, നഷ്ടമാക്കുന്നത് ഒരു ശാപമാണ് എന്നൊരു ചിന്ത അവർക്കുണ്ട്. പ്രത്യേകിച്ച് മുന്തിരിത്തോട്ടത്തിന് പകരം ചീരത്തോട്ടമാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് തൻ്റെ പിതാമഹാന്മാരെ അപമാനിക്കുന്നതായിട്ട് ഒക്കെ
അവരുടെ മനോമുകുരങ്ങളിൽ വരും. അതുകൊണ്ട് നാബോത്ത് രാജാവിൻ്റെ ആഗ്രഹം സാധിപ്പിക്കുവാൻ തയ്യാറായില്ല. സ്ഥലം തരികയില്ല എന്ന് തീർത്തു പറയുവാനുള്ള ധൈര്യം നാബോത്തിന് ഉണ്ടായിരുന്നു. ഇത് കേട്ട് വളരെ ദുഃഖിതനായിട്ട് കോപിഷ്ഠനായിട്ട് രാജാവ് രാജകൊട്ടാരത്തിലേക്ക് മടങ്ങി വന്നു. വളരെ നിരാശനായിട്ട് പള്ളിമെത്തയിൽ താൻ കിടക്കുകയാണ് ചിന്തിച്ചുകൊണ്ട്. തൻ്റെ ഭാര്യ രാജ്ഞി ഇസബേൽ അടുക്കൽ വന്നിട്ട് കാര്യമന്വേഷിച്ചു. എന്താണ് നിങ്ങളുടെ മുഖം ഇത്ര വാടിയിരിക്കുന്നത്? എന്താണ് നിങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്? എന്താണ് നിങ്ങൾ ഇത്ര ദുഃഖിക്കുവാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ രാജാവ് പറഞ്ഞു, ആ നാബോത്തിൻ്റെ സ്ഥലം ഞാൻ ചോദിച്ചിട്ട് അവൻ ആ സ്ഥലം തരുന്നില്ല. അതെനിക്ക് വലിയ ദുഃഖമായിപ്പോയി. ഇസബേല് ഒന്ന് ചിരിച്ചിട്ട് ചോദിച്ചു, ആരാണ് ഈ രാജ്യത്തിൻ്റെ രാജാവ്? നിങ്ങളല്ലേ? നിങ്ങൾ രാജാവായിരിക്കെ ഒരല്പസ്ഥലത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ദുഃഖിക്കേണ്ട വല്ലതും ആവശ്യമുണ്ടോ? ഞാനതിനുള്ള വഴിയെല്ലാം ഒരുക്കി തരാം. ഞാനതിന് ഒരാലോചനയും പറഞ്ഞു തരാം. സ്ഥലം നിങ്ങളുടേതാകും എന്നുള്ളതിന് ഞാൻ ഉറപ്പ് തരാം എന്ന് പറഞ്ഞിട്ട് അവൾ ചില ആലോചനകൾ പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്ക് നാബോത്തിനെ കൊന്നുകളയാം, അവൻ്റെ സ്ഥലമെടുക്കാം. ആരാണ് നമ്മളോട് ചോദിക്കുവാനുള്ളത്? ആഹാബ് ഇങ്ങനെ പറഞ്ഞു കാണും, അങ്ങനെയൊക്കെ കൊന്നാൽ രാജാവ് അങ്ങനെ ചെയ്തു എന്നൊക്കെയുള്ള ചരിത്രരേഖകളൊക്കെ ഉണ്ടാകുകയില്ലേ? അവർ ആലോചിക്കാൻ തുടങ്ങി. ആരും അറിയാതെ, ആരാലും പിടിക്കപ്പെടാതെ എങ്ങനെ നാബോത്തിനെ കൊല്ലാം? ബുദ്ധിമതിയായ ഇസബേൽ പറഞ്ഞു, അതിനൊക്കെയുള്ള പദ്ധതി എൻ്റെ കയ്യിലുണ്ട്. ഒരു പ്രാർത്ഥനായോഗം വിളിച്ചു കൂട്ടി, ഒരു ഉപവാസയോഗം വിളിച്ചു കൂട്ടി, അവിടെ നാബോത്തിനെ അവിടേക്ക് കൊണ്ടുവന്ന് പിന്നീട് കല്ലെറിഞ്ഞ് കൊല്ലുവാനും ഒക്കെയുള്ള പദ്ധതികൾ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമാനുസൃതമായിട്ട് ഉണ്ടല്ലോ. ആ കാര്യം ഞാൻ ചെയ്തു കൊള്ളാം, നിങ്ങളതിൽ ഭാരപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ട് എളുപ്പമെന്ന് ഇസബേൽ രാജാവ് എഴുതുന്നത് പോലെ പ്രമാണിമാർക്ക് ഒരു കത്തെഴുതുകയാണ്. നമ്മുടെ നാടിൻ്റെ ക്ഷേമത്തിന് വേണ്ടി, രാജ്യത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി നിങ്ങൾ ഒരു ഉപവാസ പ്രാർത്ഥന സംഘടിപ്പിക്കണം. അവിടെ നാബോത്തിന് പ്രധാന സ്ഥാനം കൊടുത്ത് മുഖ്യ സ്ഥാനത്ത് ഇരുത്തണം. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കൊള്ളണം. അങ്ങനെ പ്രാർത്ഥന ഇങ്ങനെ പുരോഗമിക്കുന്ന വേളയിൽ രണ്ട് വ്യക്തികളെ നിങ്ങൾ ഒരുക്കി നിർത്തിയിരിക്കണം. അവർ ആ പ്രാർത്ഥനാ യോഗത്തിലേക്ക് ഓടി വന്നിട്ട് ഇങ്ങനെ പറയണം, ഈ നാബോത്തിനെ നിങ്ങൾ ഇങ്ങനെ പ്രമുഖ സ്ഥാനത്ത്, പ്രത്യേകിച്ച് ഈ ഉപവാസ പ്രാർത്ഥനയിൽ കൊണ്ടിരുത്തിയത് വളരെ മോശമായിപ്പോയി. ഇയാൾ രാജാവിനെതിരായും ദൈവത്തിനെതിരായും ഒക്കെ ദൂഷ്യം പറയുന്നത് ഞങ്ങളുടെ ചെവി കൊണ്ട് കേട്ടതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ നിയമമനുസരിച്ച്, മതനിയമമനുസരിച്ച് രാജാവിനെയോ ദൈവത്തെയോ ദുഷിക്കുന്ന ആരെയും കല്ലെറിഞ്ഞ് കൊല്ലാൻ നിയമമുണ്ട്. പ്രത്യേകിച്ച് 2 പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് അപ്പീലൊന്നുമില്ല. ഉടനെ നിങ്ങളെല്ലാവരും പ്രാർത്ഥന നിർത്തിയിട്ട് ഈ മനുഷ്യനെ പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊല്ലണം. ആലോചന നല്ലതായിട്ട് ആഹാബിന് തോന്നി. 2 പേരും ചിരിച്ചു. ആഹാബ് തൻ്റെ ഭാര്യയുടെ ബുദ്ധി സാമർഥ്യത്തിൽ അഭിനന്ദിച്ചു. അതുപോലെ അവൾ കത്തെഴുതി. ഒരു ഉപവാസ പ്രാർത്ഥന പ്രസിദ്ധം ചെയ്തപ്പോൾ രാജ്യത്തിലെ ജനങ്ങൾക്ക് രാജാവിനോടും രാജ്ഞിയോടുമൊക്കെ വളരെ മതിപ്പാണുണ്ടായത്. ദൈവവിശ്വാസിയായ, പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന, ഉപവാസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഭരണകർത്താവാണ് നമുക്കുള്ളത് എന്നുള്ള അഭിമാനം ഇസ്രായേലിയർക്കുണ്ടായി. അങ്ങനെ ആ പ്രാർത്ഥന സംഘടിപ്പിച്ചു. രാജകീയമായിരുന്നു ആ പ്രാർത്ഥന. ധാരാളം ആൾക്കാർ അവിടെ കൂടി വന്നു. രാജ്യത്തിലെ പ്രമാണിമാർ നാബോത്തിനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് ആ യോഗത്തിലേക്ക് ക്ഷണിച്ചു. നാബോത്തിന് വളരെ സന്തോഷമായി. അദ്ദേഹം ആ പ്രാർത്ഥനാ യോഗത്തിലേക്ക് എന്നപ്പോൾ ചില വോളണ്ടിയേഴ്സ് അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് എന്ന് കയ്യിൽ പിടിച്ച് അദ്ദേഹത്തെ ആ നേതാക്കന്മാരിയ്ക്കുന്ന ആ മേഖലയിൽ ആ പ്രമുഖ സ്ഥാനത്ത് ഇരുത്തി പ്രാർത്ഥന ഇങ്ങനെ പുരോഗമിക്കുകയാണ്. ആൾക്കാർ വളരെ സന്തോഷത്തിലാണ്, ചിലർക്ക് ഉപവാസത്തിലാണ്. ആ പ്രാർത്ഥന ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ 2 വ്യക്തികൾ ഓടിക്കിതച്ചു വരികയാണ്. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അവർ വിളിച്ചു ചോദിക്കുകയാണ്. ഈ നാബോത്തിനെ നിങ്ങൾ എന്തിനാണ് ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നത്? ഇയാൾ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇയാൾ രാജാവിനെയും ദൈവത്തെയും ഒക്കെ നിന്ദിക്കുന്നത് ഞങ്ങളുടെ ചെവി കൊണ്ട് കേട്ടതാണ്
എന്നവർ ഉറക്കെ പറഞ്ഞപ്പോൾ പിന്നെ താമസിച്ചില്ല. ആ കസേരയിൽ നിന്ന് നാബോത്തിനെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. കല്ലുമൊക്കെ നേരത്തെ തന്നെ സൂക്ഷിച്ചിരുന്നു. ആ മനുഷ്യനെ അവർ കല്ലെറിഞ്ഞു കൊല്ലുകയാണ്. അങ്ങനെ ആ ഉപവാസ പ്രാർത്ഥന അവരുടെ കാഴ്ചപ്പാടിൽ വളരെ അനുഗ്രഹത്തോടെ സമങ്ങളം പര്യവസാനിച്ചു. നാബോത്ത് മരിച്ചു എന്നുള്ള വാർത്ത രാജകൊട്ടാരത്തിലെത്തി. ഇസബേൽ സന്തോഷത്തോടു കൂടി ഓടിച്ചെന്ന് അവളുടെ പ്രാർത്ഥന ഫലിച്ചിരിക്കുന്നു, നാബോത്ത് കൊല്ലപ്പെട്ടിരിക്കുന്നു. തൻ്റെ ഭർത്താവിനോട് പറയുകയാണ്, പോയിക്കൊള്ളുക, ആ സ്ഥലം നിങ്ങളുടെ സ്വന്തമായിക്കൊള്ളുക എന്ന് പറയുകയാണ്. ദുഷ്ടൻ്റെ ആലോചന പ്രകാരം ഇസ്രായേലിൻ്റെ രാജാവ് നാബോത്തിൻ്റെ സ്ഥലം സ്വന്തമാക്കാനായിട്ട് നടന്ന് നീങ്ങുമ്പോൾ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 21-ാം അധ്യായം മുതലൊന്ന് വായിക്കണം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായിട്ട് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട് എലിയാ പ്രവാചകൻ ഈ രാജാവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. വിരൽ ചൂണ്ടിക്കൊണ്ട് അവൻ ചെയ്ത അനീതി അവിടെ പ്രഖ്യാപിക്കുകയാണ്. നാബോത്തിൻ്റെ രക്തം നായ്ക്കൾ എവിടെ വെച്ച് നക്കിയോ, നിൻ്റെയും രക്തം നായ്ക്കൾ നക്കും എന്നുള്ളതായിരുന്നു ആ ദൂത്. പ്രിയപ്പെട്ടവരെ, കുറേ നാളുകൾ കൂടെ അദ്ദേഹം ഭരണകർത്താവായിട്ടൊക്കെ ഭരിക്കുവാനായിട്ടിടയായി. സമീപ രാജ്യത്തിലെ രാജാവ് തൻ്റെ ബന്ധുക്കാരനായി മാറി. പിന്നീട് ഒരു യുദ്ധത്തിൽ ഈ ആഹാബ് മുറിവേൽക്കുകയാണ്. ആ യുദ്ധത്തിലും തൻ്റെ ബന്ധുക്കാരൻ കൊല്ലപ്പെടാനുള്ള തന്ത്രങ്ങളെല്ലാം ഒരുക്കി ഇയാൾ വളരെ താഴ്മയുള്ളവനായിട്ട് രാജവേഷവും കിരീടവും ഒന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മാറി നിന്നിട്ടും ശത്രുവിൻ്റെ അമ്പ് അവനിൽ പാഞ്ഞിറങ്ങി. ആഹാബ് കൊല്ലപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, തീർന്നില്ല. യേഹൂവിൻ്റെ കാലത്ത് ഈസബേൽ കണ്ണുമൊക്കെ എഴുതി അവിടെ രാജമന്ദിരത്തിൻ്റെ മണിമാളികയിൽ ആ യുവാവിനെ വശീകരിക്കാനായിട്ട് ഒരു പ്രത്യേക രീതിയിൽ ഒരുങ്ങി നോക്കി നിൽക്കുമ്പോൾ ദൈവാത്മാവിൽ നിയോഗിതനായി ഈ യേഹൂ വിളിച്ചു ചോദിക്കുകയാണ്, അവിടെ ആരുമില്ലേ ആ കുലടയായ സ്ത്രീയെ തള്ളിയിടാൻ? ഇത് കേട്ട മാത്രയിൽ അവളുടെ പരിചാരകരായിരുന്നവർ ആ മാളിക മുകളിൽ നിന്ന് അവളെ താഴേക്ക് തള്ളിയിടുകയാണ്. അവൾ തലപൊട്ടി, വയറുപൊട്ടി താഴെ വീണു. പിന്നെ പട്ടികളെല്ലാം ഒന്നിച്ചുകൂടി അവളെ കടിച്ചു കീറി തിന്നുകയായിരുന്നു എന്നുള്ള ദുഃഖമായ ചരിത്രവും നമുക്ക് ചരിത്ര പുസ്തകത്തിൽ നിന്ന് വായിക്കുവാൻ കഴിയും. മാത്രമല്ല, അവരുടെ മക്കളെയും ഒന്നുപോലും ശേഷിക്കാതെ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. പ്രിയപ്പെട്ടവരെ, ആഹാബ് രാജാവായിട്ടും ഇസബേൽ രാജ്ഞിയായിട്ടും അയാൾ അനുഗ്രഹിക്കപ്പെട്ടില്ല. അയാളുടെ ഭാര്യ അനുഗ്രഹിക്കപ്പെട്ടില്ല. അയാളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടില്ല. കാരണം രണ്ടുപേരും ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കുന്നവരായിരുന്നു. ജീവിതം ഫലപ്രദമായ ആറ്റരികത്ത് നട്ടിരിക്കുന്ന പോലെ ഒരു വൃക്ഷമായി തീരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ചെയ്യുന്നതൊക്കെ സാധിക്കണം എന്നൊരാഗ്രഹമുണ്ടോ? കാറ്റുപാറ്റുന്ന പതിർ പോലെ ചില പ്രത്യേക ഘട്ടത്തിൽ പറന്നു പോകാതിരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അധികാരമുള്ളപ്പോൾ, പണമുള്ളപ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ, സംഘടിത ബലമുള്ളപ്പോൾ എന്തു ചെയ്താലും ആരും എന്നോടൊന്നും ചോദിക്കുവാൻ ഇല്ല എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. പക്ഷേ ചരിത്രത്തിൻ്റെ താളുകളിലേക്ക് ഒന്ന് കണ്ണോടിക്കൂ. അനീതിയുടെ പാതയിലൂടെ യാത്ര ചെയ്തവർ, ദുഷ്ടൻ്റെ ആലോചന പ്രകാരം യാത്ര ചെയ്തവരൊന്നും ആത്യന്തികമായി അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ല. ആ ദുഃഖത്തിലേക്കും വേദനയിലേക്കും ശാപത്തിലേക്കും കഷ്ടതയിലേക്കും രക്തച്ചൊരിച്ചിലേക്കുമാണ് അത് അവസാനമായിട്ട് നയിക്കുന്നുള്ള കാര്യം മറക്കരുത്. അതുകൊണ്ട് ദുഷ്ടൻ്റെ ആലോചന പാടേ ഉപേക്ഷിക്കണം. അത് കേൾക്കരുത്, അത് കേട്ട് പ്രവർത്തിക്കരുത്. അങ്ങനെ പ്രവർത്തിച്ചാൽ അത് നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ തലമുറയ്ക്കും നമ്മുടെ രാജ്യത്തിനും എല്ലാവർക്കും ദോഷത്തിന് കാരണമാകുമെന്നല്ലാതെ അതിൽ നിന്ന് വലിയ നന്മകളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല.
ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 13-ാം അധ്യായം നമ്മൾ പഠിക്കുകയാണെങ്കിൽ അവിടെ ഒരു അബ്നോനെയും യോനാദാബിനെയും കാണുവാൻ കഴിയും. രാജകുമാരന്മാരാണ് അവർ. ഇവർ രണ്ടുപേരും ഒരർത്ഥത്തിൽ ജ്യേഷ്ഠനും അനിയനുമാണ്. അബ്നോൻ ഒരു യുവതിയെ സ്നേഹിക്കുകയാണ്. ആ സ്നേഹം തെറ്റായ രീതിയിലായിരുന്നു. അവനൊരിക്കലും അപ്രകാരം ചെയ്യരുതായിരുന്നു. കാരണം അവൾ അവൻ്റെ പെങ്ങളായിരുന്നു. പക്ഷേ അവനിലുള്ള ആ അധമമായ വികാരം ദിവസങ്ങൾ ഇങ്ങനെ വളർന്ന് അവൻ നിരാശനായി. അവൻ്റെ കാര്യങ്ങളൊന്നും സാധിക്കാത്തത് കൊണ്ട്. അപ്പോൾ ഒരു ദിവസം ബുദ്ധിമാനായ യോനാദാബ് സഹോദരൻ്റെ അടുക്കൽ വരികയാണ്. അവൻ്റെ മുഖഭാവവും ശരീര ക്ഷീണവും എല്ലാം കണ്ടിട്ട് പറഞ്ഞു, നീ എന്താ ഈ ദിവസങ്ങളായിട്ട് വളരെ ക്ഷീണിക്കുന്നല്ലോ? എന്താ നിനക്ക് എന്തോ മനോഭാരമുണ്ടല്ലോ, എന്തോ പ്രയാസം നിനക്കുണ്ടല്ലോ, എന്നോട് പറയുക, ഞാനുള്ള ബുദ്ധിയൊക്കെ പറയാം. അപ്പോൾ അവൻ തുറന്നു പറഞ്ഞു, ഞാൻ ഇന്ന സ്ത്രീയെ താമാറിനെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ അവളെ എനിക്ക് വേണം. വഴിയൊന്നും കാണുന്നില്ല. അപ്പനറിഞ്ഞാൽ കൊന്നുകളയും. എന്താണ് അതിനുള്ള മാർഗം? യോനാദാബ് ചിരിച്ചിട്ട് പറഞ്ഞു, അതിനാണോ? നീ ഭാരപ്പെടുകയൊന്നും വേണ്ട. നീ രോഗിയായിട്ട് അഭിനയിച്ച് കിടക്കണം. അപ്പോൾ രാജാവ് നിന്നെ കാണാൻ വരും, അപ്പൻ നിന്നെ കാണാൻ വരും. അപ്പോൾ നിൻ്റെ ആഗ്രഹം പറയണം. പപ്പ, എനിക്കൊരാഗ്രഹമുണ്ട്. എന്താണ് നിൻ്റെ ആഗ്രഹം? എൻ്റെ സഹോദരി താമാറിനെ എൻ്റെ വീട്ടിലോട്ട്, എൻ്റെ കൊട്ടാരത്തിലേക്കൊന്ന് അയക്കണം. അവളെ വടയൊക്കെ ഉണ്ടാക്കും. എനിക്കത് വളരെ ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ചില വടകളൊക്കെ ഒന്ന് ഉണ്ടാക്കി തരാനായിട്ട് സഹോദരി എൻ്റെ വീട്ടിലേക്ക് ഒന്ന് അയക്കാമോ? അതിനെന്താ മോനെ? ദാവീദ് രാജകൊട്ടാരത്തിലേക്ക് എന്ന് തൻ്റെ മകളെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ, നിൻ്റെ സഹോദരന് അബ്നോന് സുഖമില്ലാതെ കിടക്കുകയാണ്. അതുകൊണ്ട് നീ അവിടെ ചെന്ന് അവനല്പം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അതിനെന്താ പപ്പ, ഞാൻ പോകാമെന്ന് പറഞ്ഞ് താമാർ അവിടെ ചെല്ലുകയാണ്. അവൾ അവന് ഇഷ്ടമുള്ള വടയൊക്കെ ഉണ്ടാക്കി. അങ്ങനെ വടയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ രാജകൊട്ടാരത്തിൽ ജോലിക്ക് നിന്ന സേവകരോടെല്ലാം പോകാനായിട്ട് അവൻ കൽപ്പന കൊടുത്തു. അവളോട് തൻ്റെ മുറിയിലേക്ക് കൊണ്ടുവന്ന് ഈ വട തരുവാനായിട്ട് ആവശ്യപ്പെട്ടു. സ്വന്തം സഹോദരൻ്റെ അടുക്കൽ ഒന്നും ചിന്തിക്കാതെ അവൾ വടയുമായിട്ട് ചെല്ലുന്നു. ഈ താമാറിനെ അവൻ ബലാത്സംഗം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, പിന്നീട് സംഭവിച്ചത് നിങ്ങൾക്കറിയാമോ? താമാറിൻ്റെ സഹോദരനായ അബ്ശാലോം വളരെ തന്ത്രപരമായ നിലയിൽ ഈ വിഷയം മനസ്സിൽ കൊണ്ടു നടന്നിട്ട് ഏകദേശം ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എല്ലാവരും മറന്നു കാണും എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഈ അബ്നോനെ ഒരു വിരുന്നിന് വിളിച്ചു കൂട്ടി. അവൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനെ അബ്ശാലോമിൻ്റെ ആൾക്കാർ താമാറിനെ ബലാത്സംഗം ചെയ്തതിന് തല്ലിക്കൊല്ലുകയാണ്. അപ്പം യോനാദാബിൻ്റെ ആ ഉപദേശം അബ്നോന് പ്രയോജനം ചെയ്തോ? അത് ദുഷ്ടൻ്റെ ഒരു ആലോചനയായിരുന്നില്ലേ? വാസ്തവത്തിൽ യോനാദാബ് അബ്നോനോട് പറയേണ്ടത് എന്തായിരുന്നു? സഹോദര, നിൻ്റെ ചിന്ത തെറ്റാണ്. അവൾ നിൻ്റെ സഹോദരിയാണ്. നീ ഒരിക്കലും അങ്ങനെ ആഗ്രഹിക്കരുത്. നീ നല്ലൊരു വിവാഹം കഴിക്കുക. മനുഷ്യ സഹജമായ നിൻ്റെ ആഗ്രഹങ്ങൾ ആണത്. അതൊക്കെ പരിഹരിക്കപ്പെടും. നിൻ്റെ അപ്പനോട് പറയുക, ഞാനും കൂടെ പറയാം, ഒരു കല്യാണം കഴിക്കാം. അങ്ങനെ നിനക്ക് സമാധാനകരമായി ജീവിക്കാമല്ലോ എന്ന് പറഞ്ഞു കൊടുക്കേണ്ടതിന് പകരം താമാറിനെ എങ്ങനെ ബലാത്സംഗം ചെയ്യാം എന്നുള്ള ബുദ്ധി സ്വന്തം സഹോദരന് ഈ യോനാദാബ് പറഞ്ഞു കൊടുത്തതുകൊണ്ട് എന്ത് നേട്ടം അവനുണ്ടായി? ചരിത്രത്തിന് മായ്ക്കുവാൻ കഴിയാത്ത ചില അപമാനങ്ങളും രക്തക്കറകളുമായിരുന്നില്ലേ ആലോചനയുടെ പിന്നിൽ മറഞ്ഞിരുന്നത്? പ്രിയ സ്നേഹിത, സങ്കീർത്തനം 1 നമ്മൾ എന്താണ് വായിച്ചത്? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. നടന്നാൽ അത് അപകടമാണ്, അത് ആപത്താണ്. നീ പ്രതീക്ഷിക്കുന്ന നന്മകളൊന്നും ആത്യന്തികമായി അത് കൊണ്ടു തരികയില്ല എന്നുള്ള യാഥാർത്ഥ്യം നീ അറിഞ്ഞിരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ആലോചനകൾക്ക് വശംവദരായിട്ട് ബലാത്സംഗം ചെയ്തും പിന്നീട് ആത്മഹത്യ ചെയ്തും പിന്നീട് കൊലപാതകങ്ങൾ നടത്തിയും എത്ര കുരുക്കുകളിലാണ്
ആൾക്കാർ ചെന്ന് പെട്ടിട്ടുള്ള കഥകൾ നമുക്കറിഞ്ഞുകൂടെ? ഇപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നില്ലേ? എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അതൊന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കരുത്. സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിൽ ദുഷ്ടന്മാരുടെ ആലോചനയും അതിൻ പ്രകാരം നടന്ന 250 പേരും അത് മുഖാന്തരം കൊല്ലപ്പെട്ടവരുടെ 14,700-ലധികം പേർ കൊല്ലപ്പെട്ട ഒരു ചരിത്രവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേൽ മക്കൾ അടിമകളായി ഈജിപ്തിൽ കിടന്നിരുന്നു. ദൈവം മോശയെ അവിടെ അയച്ചു. മോശയിലൂടെ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തി ആ ജനത്തെ വിടുവിച്ചു കൊണ്ടുവരികയാണ്. അവർക്ക് വേണ്ടി ചെങ്കടൽ പിളരുന്നു. മരുഭൂമിയിൽ അവർക്ക് വേണ്ടി മന്ന പൊഴിയുന്നു. കാടപ്പക്ഷി പറന്നു വരുന്നു. അവർക്ക് ശുദ്ധജലം കുടിക്കാൻ ലഭിക്കുന്നു. ഇതൊക്കെ മോശയുടെ പ്രാർത്ഥന നിമിത്തം ദൈവത്തിൻ്റെ കാരുണ്യത്താൽ ജനത്തിന് ലഭിച്ച അനുഗ്രഹങ്ങളാണ്. കുറേ കഴിഞ്ഞപ്പോൾ അവരിൽ ചിലരൊക്കെ തങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളെയൊക്കെ മറന്നു. ഇപ്പോൾ വിശപ്പില്ല, ദാഹമില്ല, വെയിലില്ല, ചൂടില്ല, എല്ലാം കൂടാരങ്ങളുണ്ട്. ജീവിതത്തിൽ നന്മകളൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ കോരഹിനും നാഥാനും അബീരാമിനും മോനുമൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. ദൈവമാണ് നമ്മുടെ രാജാവ്, ദൈവത്തെയാണ് നമ്മൾ ആദരിക്കേണ്ടത്, ദൈവത്തെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത്. മോശ അഹരോനുമൊക്കെ നമ്മളെപ്പോലുള്ള ആൾക്കാരാണ്. അവരെന്തിനാണ് നമ്മുടെ പ്രമാണിയായി തീരേണ്ടത്? നമ്മൾ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കുകയില്ലേ? നമ്മൾ ആരാധിച്ചാലും ദൈവം കേൾക്കുകയില്ലേ? അവരിങ്ങോട്ട് വന്ന് ഇതെല്ലാം പറഞ്ഞു തരേണ്ട വല്ല ആവശ്യവുമുണ്ടോ? നമുക്കും ദൈവത്തിൻ്റെ കൃപയുണ്ട്, നമ്മളും ദൈവമക്കളാണ്, നമ്മളും കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്, ചെങ്കടൽ കടന്നവരാണ്, വാഗ്ദത്ത നാട്ടിലേക്ക് പോകുന്നവരാണ്. അതുകൊണ്ട് ഈ മോശയുടെ പ്രാർത്ഥനയും സഹായവും ശുശ്രൂഷയും ഒന്നും നമുക്ക് ഇവിടെ ആവശ്യമില്ല. അല്ലെങ്കിൽ തന്നെ അയാൾക്ക് കുറേ അഹങ്കാരമുള്ളതുപോലെയൊക്കെ തോന്നുന്നു എന്നൊക്കെ ഇവർ പറയുവാൻ തുടങ്ങി. ഇവർ നേതാക്കന്മാരായതുകൊണ്ട് 250ഓളം ഇസ്രായേൽ നേതാക്കന്മാരെ അവരുടെ വശത്താക്കാൻ കഴിഞ്ഞു. അങ്ങനെ അവരുടെ ഒരു കൂട്ടായ്മ മോശെ അറിയാതെ കോരഹിൻ്റെയും ഈ അബീരാമിൻ്റെയും ഒക്കെ വീട്ടിൽ നടക്കുകയാണ്. നടന്നിട്ടുള്ള അവരുടെ ചർച്ച എന്താണ്? മോശയ്ക്കെതിരായിട്ട്, അഹ്റോന് എതിരായിട്ട്, അവർ പ്രമാണിയാകുന്നതിന്, അവർ ലീഡേഴ്സ് ആകുന്നതിന്, അതിനെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകളും സംസാരങ്ങളുമൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ 4 പേരുടെ ആലോചന 250 പേരെ സ്വാധീനിച്ചു. ആ 250 പേരും അവരുടെ കഴിഞ്ഞകാല അനുഭവങ്ങൾ, ദൈവം മോശയിലൂടെ ചെയ്ത അത്ഭുതങ്ങൾ, അവർ പ്രാപിച്ച നന്മകൾ എല്ലാം മറക്കുകയാണ്. അത്ര കഴിവുള്ളവരായിരുന്നു ഈ കോരഹും നാഥാനും അബീരാമുമൊക്കെ. അവരുടെ ഉപദേശങ്ങൾ അത്ര ആകർഷണീയമായിരുന്നു. എന്നാൽ ആ കൂട്ടായ്മയുടെ അവസാന ചരിത്രം 14,700 പേർ ദൈവകോപത്താൽ കൊല്ലപ്പെടുന്നതോടുകൂടി തീരുകയാണ്. കോരഹിൻ്റെയും നാഥാൻ്റെയും അബീരാമിൻ്റെയും നിരപരാധികളായ കുഞ്ഞുങ്ങളും ഭാര്യമാരും ആ കുടുംബാംഗങ്ങളും അവരുടെ ആലോചന കേട്ട് ഒന്നിച്ചു കൂടിയവരും നശിച്ചുപോയൊരു ചരിത്രം വിശുദ്ധ ബൈബിളിലെ സംഖ്യാ പുസ്തകം 13-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാലഘട്ടങ്ങളിൽ ഇതൊക്കെ നമ്മളിന്ന് വായിക്കണം. തെറ്റിനെ എതിർക്കരുതെന്നോ തെറ്റിനെ വിമർശിക്കരുതെന്നോ ഒന്നുമല്ല അതിൻ്റെ അർത്ഥം. തെറ്റിനെ എതിർക്കണം, തെറ്റിനെ വിമർശിക്കണം. യേശു അത് ചെയ്തിട്ടുണ്ട്, അപ്പോസ്തലന്മാരത് ചെയ്തിട്ടുണ്ട്, പ്രവാചകന്മാരത് ചെയ്തിട്ടുണ്ട്. പക്ഷേ തെറ്റുകളെ വിമർശിക്കാൻ ഞാനും നിങ്ങളും യോഗ്യരാണോ എന്നൊന്ന് ചിന്തിക്കണം. നാം തെറ്റിനെ വിമർശിക്കുന്നത് എന്തിനാണ്, എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. നാം എതിർക്കുന്ന തെറ്റുകൾ നാം ചെയ്താൽ, നമ്മുടെ ഭാര്യ ചെയ്താൽ, മക്കൾ ചെയ്താൽ, നമ്മുടെ സ്നേഹിതർ ചെയ്താൽ നാം ഇതുപോലെ എതിർക്കുമോ? നാം ഇതുപോലെ പ്രസംഗിക്കുമോ? നാം ഇതുപോലെ എഴുതുമോ എന്നൊക്കെ ഒന്ന് ചിന്തിക്കണം. ഇല്ലെങ്കിൽ ഇതൊക്കെ അനർത്ഥങ്ങളായി മാറും. ഇതൊക്കെ വിതകളാണ്. ഇതൊന്നും കൊയ്യാതെ പോകുകയില്ല എന്നുള്ള കാര്യം മറക്കരുത്. ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കരുത്. എന്താണ് നമ്മൾ 1-ാം സങ്കീർത്തനത്തിൽ വായിച്ചത്? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും
പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്നവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതുമായ ഒരു വൃക്ഷം പോലെ ആയിരിക്കും. അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും. ആകയാൽ നമുക്ക് ഒരു ഫലവൃക്ഷം പോലെ ആയിരിക്കാൻ ദുഷ്ടൻ്റെ ആലോചനയെ തള്ളിക്കളയാം. അങ്ങനെയുള്ള ആലോചനയിൽ നടന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കർത്താവിനോടും മനുഷ്യരോടും നമുക്ക് മാപ്പിരക്കാം. ശരിയായ വഴിയിൽ നമുക്ക് നടക്കാം. കർത്താവ് നിങ്ങളേവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ദുഷ്ടന്മാരുടെ ആലോചനകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്തിൽ അത് വിവേചിച്ചറിഞ്ഞ് ദുഷ്ടന്മാരുടെ ആലോചന കേൾക്കാതെ അങ്ങയുടെ ആലോചന കേട്ട് നടക്കുവാനുള്ള ഭാഗ്യം, കൃപ എനിക്കും എൻ്റെ പ്രേക്ഷകർക്കും നൽകണമേ. യേശു കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളേവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.